ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, നമുക്കറിയാം രണ്ടുപേർ തമ്മിൽ പ്രണയത്തിലായി കഴിയുമ്പോൾ അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞിട്ടാണെങ്കിലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന വാക്കുകൾ അല്ലെങ്കിൽ സെൻറ്റൻസുകൾ രണ്ടുപേർക്കും എനർജി നൽകുന്നുണ്ട്. അത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ പോസിറ്റീവ് എനർജിയും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്ന സമയത്ത് നെഗറ്റീവ് എനർജിയുമാണ് ലഭിക്കുന്നതും പറയുന്ന ആൾ കൊടുക്കുന്നതും. അപ്പം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വളരെയധികം പോസിറ്റീവ് എനർജി നൽകുകയും സ്വീകരിക്കുകയും ചെയ്തുകൊണ്ട് ഒരു റിലേഷൻഷിപ്പ് എങ്ങനെയാണ് നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കുറച്ച് പ്രധാനപ്പെട്ട വേർഡ്സ് ഓഫ് അഫർമേഷൻസ് ഇത് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷനിൽ ഉൾപ്പെടുത്തുക. ഭാര്യയാണെങ്കിൽ ഭർത്താവിനോട് പറയുക, ഭർത്താവാണെങ്കിൽ ഭാര്യയോട് പറയുക. ഇനി നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രണയിക്കുന്നവരാണെങ്കിലും നിങ്ങൾക്ക് ഈ സെൻറ്റൻസുകൾ ഉപയോഗിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും ആ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ ബിൽഡ് ചെയ്യാനും റിലേഷൻഷിപ്പ് സ്ട്രോങ് ആക്കാനും ഒക്കെ ഇത് വളരെയധികം സഹായിക്കും. രണ്ടു കൂട്ടർക്കും നല്ല പോസിറ്റീവ് എനർജി ലഭിക്കുകയും ചെയ്യും. എന്നും നിങ്ങളെ വിട്ടുപോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയാൻ പോകുന്ന ഈ സെൻറ്റൻസുകൾ ഒന്ന് കമ്മ്യൂണിക്കേഷനിൽ കൊണ്ടുവന്ന് നോക്കുക. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഒന്നാമത്തേത്, എവറിത്തിങ് ഈസ് ബെറ്റർ വെൻ യു ആർ ഹിയർ എന്നുള്ളതാണ്. അഥവാ നീ എൻ്റെ കൂടെ ഉണ്ടായിരിക്കുന്ന സമയത്ത് എല്ലാം ഓക്കെയാണ്, ഞാൻ ഹാപ്പിയാണ്, എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. ഇതൊക്കെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എവറിത്തിങ് ഈസ് ബെറ്റർ വെൻ യു ആർ ഹിയർ. ഈ ഒരു സെൻറ്റൻസ് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇതുപോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റൊരു സെൻറ്റൻസ് ആണ് ഐ കുഡിൻറ്റ് ഡു ദിസ് വിത്തൗട്ട് യു. അഥവാ നീ ഇല്ലാതെ എനിക്കിത് ചെയ്യാൻ കഴിയില്ല എന്നുള്ളത്. അഥവാ നമ്മളെന്തെങ്കിലും കാര്യത്തിലൊക്കെ നമ്മുടെ പാർട്ട്ണർ അല്ലെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തി സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, സഹായിച്ചിട്ടുണ്ടെങ്കിൽ അവരെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു സെൻറ്റൻസ് ആണിത്, അല്ലേ? നീ ഇല്ലാതെ എനിക്കിത് ചെയ്യാൻ കഴിയില്ല അല്ലെങ്കിൽ കഴിയുമായിരുന്നില്ല എന്നുള്ളതൊക്കെ നമുക്ക് അവരോട് പറയാവുന്നതാണ്. അത് പറയുന്ന വ്യക്തിക്കും അതുപോലെ തന്നെ പറയുന്ന വ്യക്തിയാണെങ്കിൽ അവിടെ ഗ്രാറ്റിറ്റ്യൂഡ് ഷോ ചെയ്തു, കേൾക്കുന്ന വ്യക്തിക്കാണെങ്കിൽ ഒരു പോസിറ്റീവ് എനർജി കിട്ടി, എനിക്ക് ഇമ്പോർട്ടൻസ് നൽകുന്നുണ്ട്, എന്നെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു തോന്നലൊക്കെ അവിടെ ഉണ്ടാകുന്നു. ഇനി മൂന്നാമത്തെ വേർഡ്സ് ഓഫ് അഫർമേഷൻ പരിചയപ്പെടുന്നതിന് തൊട്ട് മുൻപായിട്ട്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസോ പ്രയാസങ്ങളോ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ പേടിക്കേണ്ട, നിങ്ങൾക്ക് മുകളിൽ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. സൊല്യൂഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇതുപോലെ തന്നെ അടുത്തൊരു സെൻറ്റൻസ് എന്ന് പറയുന്നത് ഐ റിയലി ലവ് ദ ന്യൂ ഔട്ട്ഫിറ്റ്, ഇറ്റ് ലുക്സ് ഗ്രേറ്റ് ഓൺ യു എന്നുള്ളതാണ്. ഒന്നുകൂടി പറയാം, ഐ റിയലി ലവ് ദ ന്യൂ ഔട്ട്ഫിറ്റ്, ഇറ്റ് ലുക്സ് ഗ്രേറ്റ് ഓൺ യു. അതാ നിൻ്റെ ഡ്രസ്സ് കാണാൻ നല്ല ഭംഗിയുണ്ട്, ഇത് നിനക്ക് നല്ല ചേർച്ചയുണ്ട്, ഇതിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്. ഇങ്ങനെയൊക്കെ നമുക്ക് മലയാളത്തിൽ പറയാവുന്നതാണ്. ഒരു അപ്രീസിയേഷൻ അല്ലെങ്കിൽ നമ്മൾ അവരുടെ ആ ഒരു സൗന്ദര്യത്തെ ഒന്ന് ജസ്റ്റ് നമുക്ക് തോന്നുന്ന രീതിയിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നു. അത് തീർച്ചയായിട്ടും പോസിറ്റീവ് ആണെങ്കിൽ അവർക്ക് നല്ലൊരു എനർജിയാണ് കിട്ടുക. അതുപോലെ തന്നെ അടുത്തൊരു സെൻറ്റൻസ് ആണ് ഐ ആം സോ ലക്കി ടു ബി വിത്ത് യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഞാൻ ഭാഗ്യവാനാണ് നിന്നെ എനിക്ക് കിട്ടിയതിന്, അതല്ലാന്നുണ്ടെങ്കിൽ നിൻ്റെ കൂടെ ഇരിക്കുന്നത് എൻ്റെ ഭാഗ്യമാണ് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നതൊക്കെ തീർച്ചയായിട്ടും നല്ല ഒരു വേർഡ്സ് ഓഫ് അഫർമേഷൻ തന്നെയാണ്. ഐ ആം സോ ലക്കി ടു ബി വിത്ത് യു. നെക്സ്റ്റ് വൺ, ഐ ആം സോ താങ്ക്ഫുൾ ടു ഹാവ് യു ഇൻ മൈ ലൈഫ്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് നിന്നെ കിട്ടിയതിന് ഞാൻ വളരെയധികം നന്ദിയുള്ളവനാണ്. അത് ദൈവത്തിനോട് നന്ദി പറയുകയാണ്. നമ്മൾ അവിടെ ഗ്രാറ്റിറ്റ്യൂഡ് ഷോ ചെയ്യുന്നു. മാത്രമല്ല ആ വ്യക്തിയുടെ ഇമ്പോർട്ടൻസ് അവിടെ എടുത്തു പറയുകയാണ്. നിന്നെ എനിക്ക് കിട്ടിയതിൽ ഞാൻ വളരെയധികം നന്ദിയുള്ള വ്യക്തിയാണെന്നുള്ളതാണ് പറയുന്നത്. തീർച്ചയായിട്ടും പോസിറ്റീവ് എനർജി സ്പ്രെഡ് ചെയ്യുന്ന ഒരു വേർഡ്സ് ഓഫ് അഫർമേഷൻ തന്നെയാണ് ഇത്. ഇനി ഇതുപോലെ തന്നെ മറ്റൊന്നാണ് താങ്ക് യു ഫോർ. നമ്മൾക്ക് എന്തെങ്കിലും സഹായങ്ങളോ മറ്റോ ചെയ്തു തരുമ്പോൾ, അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും, ഫിസിക്കലി ഉള്ളതാണെങ്കിലും ഫിനാൻഷ്യലി ഉള്ളതാണെങ്കിലും ഇമോഷണലി മെൻ്റലി ഒക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിലും ഒക്കെ നമ്മൾ താങ്ക്സ് പറയാൻ മറന്നു പോകരുത്. താങ്ക് യു ഫോർ സംതിങ്. ആ ഒരു സെൻറ്റൻസ് യൂസ് ചെയ്യുക ഇംഗ്ലീഷിലാണെങ്കിൽ. അഥവാ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ താങ്ക് യു ഫോർ കമ്മിങ് വിത്ത് മീ. ഇപ്പോൾ പുറത്തേക്ക് നിങ്ങളുടെ കൂടെ വന്നു, താങ്ക് യു ഫോർ കമ്മിങ് വിത്ത് മീ എന്ന് പറയാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ല ഭക്ഷണം ഉണ്ടാക്കി തന്നു എന്ന് വിചാരിക്കുക, അപ്പം നിങ്ങൾക്ക് പറയാം താങ്ക് യു ഫോർ ദ ഡിലീഷ്യസ് ഡിന്നർ. അങ്ങനെ നിങ്ങൾ എപ്പോഴും നിങ്ങൾക്ക് ചെയ്തു തരുന്ന കാര്യങ്ങൾക്ക് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഭർത്താവ് വരുന്ന സമയത്ത് നിങ്ങൾക്ക്
എന്തെങ്കിലും ചോക്ലേറ്റോ മറ്റോ വാങ്ങിക്കൊണ്ടുവന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ താങ്ക് യു ഫോർ ദിസ് വൺ, ഇതിന് നന്ദി പറയുക. അങ്ങനെ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്രാറ്റിറ്റ്യൂഡ് ഷോ ചെയ്യുന്ന ഒരു സ്വഭാവം, ബിഹേവിയർ രണ്ടുപേർക്കും ഉണ്ടെങ്കിൽ അത് വളരെയധികം നന്നായിരിക്കും. ഇനി ഇതുപോലെ തന്നെ അടുത്തതായിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് യു ആർ ഡൂയിങ് സച്ച് എ ഗ്രേറ്റ് ജോബ്, ഐ എം റിയലി പ്രൗഡ് ഓഫ് യു എന്നുള്ളത്. അവർക്ക് എന്തെങ്കിലും അവാർഡോ കാര്യങ്ങളോ കിട്ടിയെന്ന് വിചാരിക്കുക, ജോലിയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ബിസിനസ്സിൽ എന്തെങ്കിലും വളർച്ചയുണ്ടായി. അപ്പോൾ നമുക്കിങ്ങനെ പറയാം യു ആർ ഡൂയിങ് സച്ച് എ ഗ്രേറ്റ് ജോബ്. ആ കാര്യം മാത്രമല്ല, എന്ത് അച്ചീവ്മെൻ്റ് ഉണ്ടാക്കി കഴിഞ്ഞാലും നമുക്കിത് പറയാവുന്നതാണ്. ഐ എം റിയലി പ്രൗഡ് ഓഫ് യു. അപ്പോൾ ഞാൻ നിങ്ങളിൽ വളരെയധികം അഭിമാനിക്കുന്നു, നിങ്ങൾ നല്ലൊരു കാര്യമാണ് ചെയ്തത്, അല്ലെങ്കിൽ നല്ലൊരു അച്ചീവ്മെൻ്റ് ആണ് ഇത് എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് പറയാവുന്നതാണ്. അതുപോലെ തന്നെ അടുത്തതായി പറയാൻ പറ്റുന്ന യു ആർ സോ സ്പെഷ്യൽ ടു മീ, നീ എനിക്ക് വളരെ സ്പെഷ്യലാണ് എന്ന് നമുക്ക് പറയാം. അത്തരം സാഹചര്യങ്ങൾ വരുമ്പോൾ അത് ഉപയോഗിക്കുക. അതുപോലെ തന്നെ യു ആർ ദി ബെസ്റ്റ്, നീ ബെസ്റ്റാണ്, നീ അടിപൊളിയാണ് എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾക്ക് കോംപ്ലിമെൻറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ യു ആർ ആൻ ഇൻസ്പിറേഷൻ, എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള ഇൻസ്പിറേഷൻ കിട്ടുന്നത് നിന്നിൽ നിന്നാണ്, നിൻ്റെ വാക്കുകളിൽ നിന്നാണ്, നിൻ്റെ എനർജിയാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാവുന്നതാണ്. ഇതൊക്കെ എന്താണ്? അപ്രിസിയേഷൻ ആണ്. ഇതുപോലെ അപ്രിസിയേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വേർഡ്സ് ഓഫ് അഫർമേഷൻസ്, അതുപോലെ തന്നെ കോംപ്ലിമെൻറ്റ് ചെയ്യുന്നത്, അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ് ഷോ ചെയ്യുന്നത്, ഇങ്ങനെ പല രീതിയിലും നമുക്ക് ഈ വേർഡ്സ് ഓഫ് അഫർമേഷൻസ് ഉപയോഗിക്കാവുന്നതാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കോൺഷ്യസ് ആയിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉപയോഗിക്കുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക? നിങ്ങൾ കൊടുക്കുന്നതും പോസിറ്റീവ് എനർജിയാണ്, നിങ്ങൾക്ക് തിരിച്ച് അവർക്കും ആ ഒരു ബിഹേവിയർ ഉണ്ടാവും. നമ്മൾ ചന്ദനം ചാരിക്കഴിഞ്ഞാൽ ചന്ദനം മണക്കും എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ അങ്ങോട്ട് ചെയ്യുമ്പോൾ അവരിങ്ങോട്ടും ചെയ്യും, അത് നിങ്ങൾക്കും തിരിച്ചു കിട്ടും. അപ്പോൾ ഒരു പോസിറ്റീവ് എനർജിയുടെ ഗിവ് ആൻഡ് ടേക്ക് എന്ന് പറയുന്ന ആ ഒരു സ്ട്രക്ചറിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഹാപ്പി ആയിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും ഒരുപാട് കാലം ആ ഒരു റിലേഷൻഷിപ്പ് നിലനിൽക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ അയച്ചു കൊടുക്കുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ താഴെ കമൻ്റായിട്ട് ചോദിക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസോ പ്രയാസങ്ങളോ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുള്ള സൊല്യൂഷനും അറിയണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നമസ്തേ.